അവനെ സ്നേഹിക്കാം. സ്നേഹത്തിൻ്റെ വലിയ കൽപ്പന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈശോയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈശോയ്ക്ക് നമ്മളിൽ നിന്ന് മറ്റൊരു സ്നേഹം കൂടി വേണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കണം. അതെങ്ങനെയാണെന്ന് ഈശോ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന വേറെയില്ല. ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല നമ്മുടെ അയൽക്കാർ. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, ബസ്സിൽ കൂടെ യാത്ര ചെയ്യുന്നവർ, കഷ്ടപ്പെടുന്നവർ, നമ്മുടെ സഹായം ആവശ്യമുള്ളവർ എല്ലാവരും നമ്മുടെ അയൽക്കാരാണ്. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാറില്ലേ? അതുപോലെ മറ്റൊരാൾ വിശന്നിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആഹാരം നൽകണം. നമുക്കാരെങ്കിലും മിഠായി തരുമ്പോൾ സന്തോഷം തോന്നാറില്ലേ? അതുപോലെ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. കണ്ണിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ണിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ മറ്റുള്ളവരോട് കാട്ടുന്ന സ്നേഹമാണ് ഈശോയോട് കാട്ടുന്ന യഥാർത്ഥ സ്നേഹം. ആരുടെയെങ്കിലും കയ്യിൽ പേനയോ പെൻസിലോ ഇല്ലെങ്കിൽ അത് നൽകി സഹായിക്കാം. നമ്മുടെ കൊച്ചു കൊച്ചു സഹായങ്ങൾ മറ്റുള്ളവർക്ക് വലിയ ആശ്വാസമായിരിക്കും. നമ്മുടെ ഇന്നത്തെ പരിഹാര പ്രവൃത്തി ഇതാണ്. നിങ്ങളുടെ ഒരു സാധനം, ഉദാഹരണത്തിന് ഒരു മിഠായി, കളിക്കോപ്പ് അല്ലെങ്കിൽ ഒരു പെൻസിൽ മറ്റാരുമെങ്കിലുമായി പങ്കുവെക്കുക. ആരും ആവശ്യപ്പെടാതെ തന്നെ സന്തോഷത്തോടെ ഇത് നൽകുക. നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നത് കാണുമ്പോൾ ഈശോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് ഓർക്കുക.